ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഇരുട്ടിനെ, അന്ധകാരത്തെ അകറ്റുന്നു, സർവപാപങ്ങളെയും അകറ്റുന്നു ആ ഭാസ്കരനെ, സൂര്യഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നവഗ്രഹത്തിൽ ജപാകുസുമ സങ്കാശം എന്ന ഈ ആദ്യത്തെ ശ്ലോകം ആദ്യത്തിൻ്റെ പ്രാർത്ഥന ശ്ലോകമാകുന്നു. ഇവിടെ നാം ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം സൂര്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. മിഥുന മാസത്തിൽ നിന്നും മിഥുനം 32-ാം തീയതി 32 ദിവസം കഴിഞ്ഞ് കർക്കിടകത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുകയാണ്. ഈ കർക്കിടകത്തിൽ നിൽക്കുന്ന സൂര്യൻ എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ സൂര്യൻ 1201 മിഥുനമാസം 32-ാം തീയതി വ്യാഴാഴ്ച, അതായത് 2026 ജൂലൈ മാസം 16-ാം തീയതി രാത്രി 11:40 കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ കർക്കിടകത്തിൽ സൂര്യൻ പ്രവേശിക്കുമ്പോൾ സൂര്യൻ്റെ ആശ്രയഫലം വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ഭാനോ കുളീരേ തീഷ്ണോസ്വഹ പരകാര്യകൃത് ശ്രമപഥ ക്ലേശൈശ്ച സംയുജ്യതേ. കുളീരേ, കർക്കിടകത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ തീഷ്ണ, താൻ തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കും. അസ്വഹ നാസ്തി സ്വം യസ്യ സഹ, ധനമില്ലാത്ത അവസ്ഥ, സാമ്പത്തിക വിഷയത്തിലേക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വിത്തം കുറയുക, ശ്രമവധ ക്ലേശൈഹി സംയുജ്യത, വളരെയധികം ശ്രമം, യജ്ഞങ്ങൾ, വധക്ലേശങ്ങൾ, ഇതൊക്കെ തന്നെ കർക്കിടകത്തിലെ സൂര്യൻ പ്രദാനം ചെയ്യും. നല്ലൊരു ഫലമാണോ? നല്ല ഫലമല്ല. ഇവിടെ നാം ശ്രദ്ധിക്കണം, സൂര്യൻ ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഉത്തരായണത്തിലെ സൂര്യൻ ബലവാനാണ്. മകരം മുതൽ മിഥുനം വരെയുള്ള 6 മാസങ്ങളാണ് ഉത്തരായന മാസം. കർക്കിടകം മുതൽ ധനു വരെയുള്ള 6 മാസങ്ങളാണ് ദക്ഷിണായന മാസം. ദക്ഷിണായനത്തിൽ സൂര്യൻ ദുർബലമാണ്. ഈ കർക്കിടക മാസത്തിലാണ് അങ്ങേയറ്റം വറുതിയുടെ, ക്ലേശങ്ങളുടെ, പ്രയാസങ്ങളുടെയൊക്കെ കർക്കിടക മാസ പിറവി. നാം പിതൃകർമ്മം അനുഷ്ഠിക്കുന്ന ഏറ്റവും മഹത്തായ പിതൃക്കളെ സന്തോഷിപ്പിച്ച് അവരെ സ്വർഗലോകത്തിലേക്ക് അയക്കുന്ന മാസമാണ് കർക്കിടക മാസം. അപ്രകാരം തന്നെ വറുതിയുടെ മാസമാണ്. ധാരാളം ക്ലേശങ്ങളും പ്രശ്നങ്ങളും കർക്കിടക മാസത്തിൽ സംഭാവ്യമാണ്. അതിനാൽ സൂര്യൻ്റെ കർക്കിടക രാശിയിലുള്ള ആശ്രയഫലം ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന അത്ര ഗുണമല്ല. അനാവശ്യമായ വീറും വൈരാഗ്യവും വാശിയുമൊക്കെ പ്രകടിപ്പിക്കുക, തനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത കഠിനാധ്വാനത്തിലേക്ക് പ്രവേശിച്ച് അതിലൂടെ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ അനുഭവിക്കുക, ധനപരമായ വിഷയത്തിൽ അപൂർണത ഉണ്ടാവുക, ഇതൊക്കെ സംഭവിക്കുന്ന മാസമാണ് കർക്കിടക മാസം. അതിനാൽ വളരെ ജാഗ്രത ഈ കർക്കിടക മാസക്കാലം പുലർത്തേണ്ടിയിരിക്കുന്നു എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ. നാം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ഈ കർക്കിടക മാസത്തിലുള്ള ശുഭാശുഭ ഫലങ്ങളെ ചർച്ച ചെയ്യുന്നു. നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ ഫലങ്ങൾ ശ്രദ്ധിക്കാം. ചാരവച്ചാൽ സൂര്യൻ ധനുരാശിക്കാർക്ക് ഏത് ഭാവത്തിൽ നിൽക്കുന്നു? അവരുടെ 8-ാം ഭാവത്തിൽ നിൽക്കുന്നു. സൂര്യൻ ഭാഗ്യാധിപനാണ്. ധനുരാശിക്കാരുടെ 9-ാം ഭാവാധിപനാണ്. പിതൃധനി, അച്ഛന് ധനം കിട്ടുന്നവരാണ് ധനു രാശിക്കാർ. തൻ്റെ പിതാവിൻ്റെ ധനം തനിക്ക് ലഭിക്കും ധനുരാശിക്കാർക്ക്. പക്ഷേ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ലഭിക്കുമോ? ഇല്ല. പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടും. അച്ഛൻ്റെ ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങൾ വരും. പിതാവിൻ്റെ മരണമോ അല്ലെങ്കിൽ പിതാവിന് അങ്ങേറ്റ രോഗാദി അരിഷ്ടതകളോ ധനുരാശിക്കാർക്ക് സംഭവിക്കും. പലപ്പോഴും അച്ഛനുമായി അഭിപ്രായ വ്യത്യാസം വന്ന് അച്ഛൻ തൻ്റെ പൂർവികമായ തൻ്റെ സ്വത്തുകളൊക്കെ തന്നെ മക്കൾക്ക് കൊടുക്കാത്തൊരവസ്ഥ വരും. അതിനാൽ പിതാവിനെ വളരെ ശ്രദ്ധിക്കണം. അച്ഛൻ്റെ അതൃപ്തി വാങ്ങരുത് ധനുരാശിക്കാർ. ധനുരാശി എന്നാൽ ആരൊക്കെയാണ്? മൂലം, പുരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ധനുരാശി. എടുത്തു ചാടി സ്ത്രീ വിഷയത്തിലൊന്നും പോയി പെട്ടുപോകരുത്. കാരണം 8-ൽ സൂര്യൻ വരുമ്പോൾ അങ്ങനെ ഫലം പറഞ്ഞിരിക്കുന്നു. വരാഹമിഹിരാചാര്യൻ എന്താണ് ഫലം പറഞ്ഞത്? സ്വൽപാത്മജോ നിധിരകെ വികലേക്ഷണ,
നോട്ടത്തിന് വൈകല്യം, കണ്ണുകൾക്ക് പരിക്ക് വരും. സ്വൽപ്പാത്മജ, സന്താന വിഷയത്തിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. സന്താനങ്ങളുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ വരും. ഇവിടെ 9ാം ഭാവാധീനം അഷ്ടമത്തിലാണ്. പൂർവോപാസിത ദേവകോപം അശുഭം, പൂർവികർ വിഭാസിച്ചു വന്നിരുന്ന ദേവചൈതന്യത്തിൻ്റെ അശുഭങ്ങൾ വരും. ചമത്കാരം എന്താണെങ്കിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ക്രിയാലംബട അഷ്ടമേ കഷ്ടഭാഗി വിദേശീയതാരാൻ ഭജത് വാപ്യമസ്തു. 8ൽ സൂര്യൻ വരും. സൂര്യൻ നിൽക്കുമ്പോൾ എടുത്തു ചാടി സ്ത്രീ വിഷയത്തിലേക്ക് പോകും. ദേശം വിട്ടുപോയ പെണ്ണിനെ കണ്ട് ആഗ്രഹിക്കുക, അവളുമായി രമിക്കുക. ദാമ്പത്യം മുഴുവൻ തകർന്ന് തരിപ്പണമാകും തൻ്റെ വീട്ടിൽ. ഭജത് വാപ്യവസ്തു, താൻ ആഗ്രഹിക്കാൻ പാടില്ലാത്തത് ആഗ്രഹിക്കും. വസു ക്ഷീണത ദസ്യുതോവ വിലംബാത്, കള്ളന്മാർ നമ്മളെ കാശ് കൊണ്ടുപോകും. അല്ലെങ്കിൽ കാലതാമസം വരിക പല പ്രവർത്തനങ്ങളും. സർക്കാരുമായി ബന്ധപ്പെടുന്ന നിയമപ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ടാക്സ്, GST മുതലായ വിഷയങ്ങളൊക്കെ തന്നെ താൻ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ എന്താവും? അവർ തനിക്കെതിരെ ആക്ഷൻ എടുക്കാം. തന്നെ വില കൂടിയ ധാരാളം കാശ്, തൻ്റെ വിലപ്പെട്ട കാശ് നഷ്ടപ്പെട്ടു പോകും. അതിനാൽ വളരെ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ സാമ്പത്തിക വിഷയത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഈ സൂര്യൻ എന്നറിയുക. വിപത് ഗുഹ്യജ ഭാനുനോക്ര ഭവത്തു, ഉഗ്രമായ ഗുഹ്യരോഗങ്ങളുണ്ടാകും. പൈൽസിനെ വളരെയധികം ശ്രദ്ധിക്കണം. ഗുഹ്യസംബന്ധമായ ഭാഗങ്ങളിലുണ്ടാകുന്ന രോഗാദി അരിഷ്ടതകളെ ശ്രദ്ധിക്കണം. ചൂടുകൊണ്ട് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ വരും. അഷ്ടമം വെച്ചാൽ ഗുഹ്യമാണ്. പൈൽസുമായി ബന്ധപ്പെടുന്ന ലിംഗത്തിലുള്ള താഴെയുള്ള ഭാഗങ്ങളൊക്കെയാണ്. ആ ഭാഗങ്ങളെ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ, അവിടെ പരിക്കുകൾ വരിക, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. അതിനാൽ ഇവിടെ നിർബന്ധമായും ശിവക്ഷേത്ര ദർശനം, ശിവക്ഷേത്രത്തിലെ വഴിപാടുകൾ ചെയ്യണം. അപവാദോ മഠാവത്തിനപി പാപി അഷ്ടമസ്ഥിതി. 8ൽ സൂര്യൻ വരുമ്പോൾ ധനരാശിക്കാർക്ക് മഠത്തിനാവത്തുണ്ടാകും, അപവാദങ്ങളുണ്ടാകും. ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെങ്കിൽ വിവിധ സംഘടനകളുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി മുതലായ സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവർക്ക് സ്ഥാനം നഷ്ടപ്പെടും, അപവാദത്തിൽ കൊടുക്കും. EDയുടെ അന്വേഷണങ്ങളൊക്കെ ഉണ്ടാകാം. വലിയ പദവികൾ ഇരിക്കുന്നവർക്ക് അപവാദങ്ങൾ വരാം, പദവി നഷ്ടപ്പെടാം. ഇവിടെ ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം തന്നെ ജപിച്ചിട്ട് ദോഷങ്ങൾ തീർക്കണം. ആദ്യത്തെ ഹൃദയ മന്ത്രം ജപിക്കും. മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ നിർബന്ധമായും ധനുരാശിക്കാർ ഈ ഒരു മാസത്തിൽ അനുഷ്ഠിക്കണം. പ്രത്യേകിച്ച് ധനുരാശിയിലെ പൂരാടം നക്ഷത്രക്കാർക്കാണ് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക എന്നറിയുക. നന്ദി, നമസ്തേ.